സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമല വിവാദത്തിൽ ദുരൂഹതകൾ നീങ്ങുന്നതേയില്ല. സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. സ്വർണം കവർന്നു എന്ന് മാത്രമല്ല, വലിയ ഗൂഢാലോചന നടന്നു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ശബരിമല വിവാദം തന്നെയാണ് ഇന്ന് നിയമസഭയും പ്രക്ഷുബ്ധമാക്കിയത്. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. बिहार के चुनाव 2 फेजेस में होंगे और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി. വോട്ടെടുപ്പ് നവംബർ 6-നും 11-നും, വോട്ടെണ്ണൽ നവംബർ 14-ന്. SIRൽ നിന്ന് പിന്നോട്ടില്ലെന്നും ആർക്കും വോട്ട് നഷ്ടമാകില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിന് പിന്നാലെയുള്ള തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കി രാജ്യം. ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കവർച്ചയെന്ന് സ്ഥിരീകരിച്ച് ദേവസ്വം വിജിലൻസ്. ദ്വാരപാലക പാളിയിൽ നിന്ന് മാത്രം കാണാതായത് 1.5 കിലോയിലേറെ സ്വർണം. പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിൽ നിർണായക തെളിവാകും. ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. തീരുമാനം സ്വാഗതം ചെയ്ത ദേവസ്വം മന്ത്രി. വിവാദത്തിൽ നിയമസഭയിൽ ബാനർ ഉയർത്തി പ്രതിപക്ഷ പ്രതിഷേധം. മധ്യപ്രദേശിലെ ദുരന്തം മുൻനിർത്തി കഫ് സിറപ്പ് ഉപയോഗത്തിൽ കർശന നിർദ്ദേശവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുതെന്ന് നിർദ്ദേശം. ചുമ മരുന്നുകളുടെ ഉപയോഗത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ സമിതി. സുപ്രീം കോടതിയിൽ വൻ സുരക്ഷാ വീഴ്ച. ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമം. കസ്റ്റഡിയിലെടുത്ത അഭിഭാഷകൻ രാകേഷ് കിഷോറിനെ ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം വിട്ടയച്ചു. സനാതനധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന അക്രമി. അപലപിച്ച് കോൺഗ്രസും CPM-ഉം. FACTയുടെ ഉടമസ്ഥതയിൽ കൊച്ചി ഏലൂരിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ റീടെൻഡർ വിളിക്കുന്നതിനെതിരെ വ്യാപാരികൾ. പരാതി നിലവിലെ വാടകയേക്കാൾ അധിക തുക നൽകി ടെൻഡർ വിളിക്കേണ്ടി വരുന്നതിനെതിരെ. ടെൻഡർ വിളിച്ചാൽ പലർക്കും മുറികൾ ഒഴിയേണ്ടി വരുമെന്ന് വ്യാപാരികൾ. ടോപ് 10 സ്പെഷ്യൽ. വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. മേരി ബ്രൻകോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സാക്കാഗുച്ചി എന്നിവർക്ക് പുരസ്കാരം. അംഗീകാരം പ്രതിരോധശേഷിയിലെ ഗവേഷണത്തിന്. പാലക്കാട് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. കൃത്യമായ ചികിത്സ നൽകിയില്ല എന്ന പ്രാഥമിക കണ്ടെത്തൽ. നടപടി മുസ്തഫ, സർഫറാസ് എന്നിവർക്കെതിരെ. നടപടി DMO റിപ്പോർട്ട് തള്ളി. ഡോക്ടർമാരെ പിരിച്ചുവിടും വരെ പോരാട്ടം തുടരുമെന്ന് കുടുംബം. വനിതാ ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 6 വിക്കറ്റ് ജയം. ദക്ഷിണാഫ്രിക്കയ്ക്ക് തുണയായത് തംസിൻ ബ്രിഡ്സിന്റെ സെഞ്ചുറിയും സൂൺ ലൂസിന്റെ 83 റൺസും. ഗാസ വെടിനിർത്തലിനായി ഇസ്രായേൽ ഹമാസ് പ്രതിനിധികളുടെ ചർച്ച ഈജിപ്തിൽ പുരോഗമിക്കുന്നു. തീരുമാനമായില്ല എങ്കിൽ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയ്ക്ക് മുൻപും ഗാസയിൽ ആക്രമണം നടത്തി ഇസ്രായേൽ. 21 പേർ കൊല്ലപ്പെട്ടു. സ്റ്റോറി ഓഫ് ദ ഡേ. പ്രതീക്ഷകൾ പുഞ്ചിരിക്കും ആ 5 വീടുകൾ. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 6, 11 തീയതികളിൽ. വോട്ടെണ്ണൽ നവംബർ 14-നാണ്. ജമ്മു കശ്മീർ ഉൾപ്പെടെ 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചു. SIRൽ നിന്ന് പിന്നോട്ടില്ല എന്നും ആർക്കും വോട്ട് നഷ്ടമാകില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപ് തന്നെ AAP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. JDU ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൂടി നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് ബീഹാറിൽ 2 ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചത്. നവംബർ 6, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 14-ാം തീയതി നടക്കും. ഒക്ടോബർ 17-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഒക്ടോബർ 20-ആണ് 2-ാം ഘട്ട വോട്ടെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണെന്നും ആവശ്യമായ പരിശീലനം എല്ലാവർക്കും നൽകിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. बिहार के चुनाव 2 फेजेस में होंगे कि डेट गजट नोटिफिकेशन 10 तारीख को आएगा, दूसरे का 13 को,
लास्ट डेट ऑफ मेकिंग नॉमिनेशंस पहले फेज की 17 को होगी, दूसरे की 20 को। स्क्रूटनी 18 और 21। विड्रॉल की आखिरी तारीख 20 अक्टूबर और 23 अक्टूबर और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे। काउंटिंग 14 नवंबर को होगी और पूरी चुनावी प्रक्रिया 16 नवंबर तक समाप्त कर ली जाए। തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 17 മാറ്റങ്ങൾ കൂടി കമ്മീഷൻ കൊണ്ടുവരുന്നുണ്ട്. അതിനുകൂടി ബീഹാറിൽ തുടക്കമാകും. 1200 വോട്ടർമാർ മാത്രമായിരിക്കും ഒരു പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവുക. മൊബൈൽ ഫോൺ ഒരു കാരണവശാലും അകത്ത് പ്രവേശിപ്പിക്കില്ല. സായുധ സേനയുടെ ഉൾപ്പെടെ കനത്ത സുരക്ഷ മണ്ഡലങ്ങളിൽ ഉറപ്പാക്കും. ക്രമക്കേടും അക്രമവും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും സുതാര്യവും സമാധാനപൂർണവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. बिहार की जनता को चुनाव आयोग ये बतलाना चाहता है कि इस बार बिहार के चुनाव न केवल मतदाताओं के लिए बहुत ही सुगम और सरल होंगे, न केवल पूरी चुनावी मशीनरी तत्परता के साथ मतदाताओं के साथ खड़ी रहेगी। 7,43,00,000 വോട്ടർമാരാണ് ബീഹാറിലുള്ളത്. 3,92,00,000 പുരുഷ വോട്ടർമാരും 3,50,00,000 സ്ത്രീ വോട്ടർമാരും പുതിയ വോട്ടർ പട്ടികയിലുണ്ട്. 41,00,000 വോട്ടർമാരാണ് SIR പ്രകാരം പുറത്തുപോയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. ബീഹാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അമ്പയർ ആകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണപക്ഷത്തിന്റെ ഒപ്പം ചേർന്നു. ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അർഹതയുണ്ടായിരുന്നിട്ടും ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയെന്നും MA ബേബി ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയ്ക്കെതിരെ ഉയർന്ന ചോദ്യങ്ങൾ തെറ്റെന്ന് തെളിയിക്കാൻ കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും MA ബേബി പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണത്തിന്റെ അളവിൽ വലിയ കുറവ് സംഭവിച്ചതായി ദേവസ്വം വിജിലൻസ്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ പാളികളിൽ ഉണ്ടായിരുന്ന 1.5 കിലോയുടെ സ്വർണം തിരികെ എത്തിച്ചപ്പോൾ 394 ഗ്രാമായി കുറഞ്ഞതായി ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്വേഷണം നടത്താൻ ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി നിയോഗിച്ചു. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും വാദങ്ങൾ തള്ളുന്നതാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2019 സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയപ്പോൾ ഇത് ചെമ്പാണെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ 1999 വിജയമല്യ ശബരിമലയിൽ ശ്രീകോവിലും ദ്വാരപാലക ശില്പവും സ്വർണത്തിൽ പൊതിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പത്തിൽ മാത്രം 1.5 കിലോയുടെ സ്വർണം പൊതിഞ്ഞു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ശ്രീകോവിലിന് ചുറ്റും പൊതിഞ്ഞ 8 പാളികളിൽ 4 കിലോയുടെ സ്വർണവും പൊതിഞ്ഞിട്ടുണ്ട്. 8 പാളികൾ വശങ്ങളിലെ 2 പാളികളും ദ്വാരപാലക ശില്പത്തിലെ മുഴുവൻ പാളികളുമാണ് 2019 അറ്റകുറ്റപ്പണികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. എന്നാൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ ഏൽപ്പിച്ചപ്പോൾ 394 ഗ്രാമായി കുറഞ്ഞു. ശ്രീകോവിലിന്റെ വശങ്ങളിലെ 2 പാളികളുടെ സ്വർണത്തിൽ കുറവുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ടതായും വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. 2019 ജൂലൈ മാസത്തിലാണ് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. ഇതിന് 1 മാസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A പത്മകുമാറിന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ സ്വർണത്തിന്റെ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ചട്ടവിരുദ്ധമായി സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയത്. സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചപ്പോൾ അവയുടെ തൂക്കം പരിശോധിക്കുവാനും ദേവസ്വം ബോർഡ് തയ്യാറായില്ല. ഇത്തരത്തിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അധികൃതരുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഇടപാടിൽ ദുരൂഹതയുണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ട്. അന്വേഷണം പൂർത്തിയാക്കാൻ ഇനിയും സമയമുണ്ടെങ്കിലും നിർണായക വിവരങ്ങളടങ്ങിയ ഇടക്കാല റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പല ചോദ്യങ്ങൾക്കും സർക്കാരിന് ഉത്തരമില്ല എന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. സ്വർണം വേലേറ്റുമങ്ങുമെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും? സ്വർണ്ണക്കവാടം വഴിയിലിറക്കി പൂജ ചെയ്തത് തെറ്റാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുക്കപ്പെട്ടവനാണെന്നും K മുരളീധരൻ പറഞ്ഞു. ഒരുപാട് സംശയങ്ങൾക്ക് എന്തുകൊണ്ടാണ് സർക്കാർ മറുപടി പറയാത്തത്? സ്വർണം പൊതിഞ്ഞതാണോ പൂശിയതാണോ? പൊതിഞ്ഞതാണെങ്കിൽ വിജയമല്യ കൊടുത്ത 30 കിലോ സ്വർണം അതിനെന്ത് സംഭവിച്ചു? ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്
ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ? ഇതിന് പോലും ഉത്തരവില്ല. അപ്പോൾ സ്വർണം ചെമ്പായി ചെന്നൈയിലെത്തിയപ്പോൾ. ശബരിമലയിലെ സ്വർണം ചെന്നൈയിലെത്തിയപ്പോൾ എങ്ങനെ ചെമ്പായിട്ട് മാറി? പിന്നെ അത് സ്വർണം പൂശി കൊണ്ടുവന്നു തോന്നും. പക്ഷേ പൂശിയ സ്വർണം വഴിനീളെ ഘോഷയാത്രയായിട്ട് ഓരോ സ്ഥലത്ത് ഇറക്കി പൂജിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അത് തന്നെ ശബരിമലയുടെ ആചാരം അനുസരിച്ച് തെറ്റാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നും CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ എന്നെഴുതിയ ബാനറുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ശരണം വിളിച്ച് പ്രതിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പോലും തയ്യാറാക്കാത്ത പ്രതിപക്ഷത്തിന് ഭീരുത്വമെന്ന് ഭരണപക്ഷം പരിഹസിച്ചു. ബഹളത്തിനിടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പിരിഞ്ഞു. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും കത്തിക്കയറുന്ന ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ച പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ തുടക്കം മുതലേ പ്രക്ഷോഭമുയർത്താനുള്ള തന്ത്രമാണ് സ്വീകരിച്ചത്. അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ കോടതിയിലുള്ള വിഷയമായതിനാൽ തള്ളിപ്പോകാനുള്ള സാധ്യതയും, അല്ലാത്ത പക്ഷം ചർച്ചയ്ക്കെടുത്താൽ പോലും ഭരണപക്ഷത്തിന് മേൽക്കൈ കിട്ടുമെന്ന വിലയിരുത്തലിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ നീക്കം ഉപേക്ഷിച്ചത്. പകരം സഭ തുടങ്ങിയപ്പോൾ മുതൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ എന്ന ബാനർ ഉയർത്തി ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി പ്രതിഷേധിച്ചു. പിന്നെ കണ്ടത് സഭാതലം പ്രക്ഷുബ്ധമാകുന്ന രംഗങ്ങൾ. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യം നമ്പർ 181. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, നിങ്ങൾ രണ്ട് തന്നില്ലല്ലോ. അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് അവിടെ പോയിരിക്കും. ചോദ്യോത്തരവേള തടസ്സപ്പെട്ടതോടെ സഭ താൽക്കാലികമായി സ്പീക്കർ നിർത്തിവെച്ചു. 10 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും നടുത്തളത്തിലിറങ്ങി സ്പീക്കർക്ക് മുന്നിൽ ബാനർ ഉയർത്തിയും ശരണം വിളിച്ചും പ്രതിഷേധം തുടർന്നു. ബഹളത്തിനിടയിലും ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും റിപ്പോർട്ട് അവതരണവും ബില്ല് അവതരണവും ഉൾപ്പെടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ബഹിഷ്കരിച്ച് പുറത്തേക്കിറങ്ങിയ പ്രതിപക്ഷം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു. യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ്ണ മോഷണം മറച്ചുവെച്ചു. അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. ശബരിമല സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കോൺഫിഡൻസ് വരുന്ന ആക്ഷനാണ് വേണ്ടത്. ആ ആക്ഷൻ വരെ തീർച്ചയായും ഈ സമരം നിലനിൽക്കും. അതേസമയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെ ഭീരുത്വമാണ് സഭയിൽ കണ്ടതെന്നാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി പ്രതിപക്ഷം ഇപ്പോൾ സഭ തന്നെ തടസ്സപ്പെടുത്തുക എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചോദ്യോത്തര വേളയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ എടുത്തു വന്ന അടിയന്തര പ്രമേയങ്ങളിലെല്ലാം തങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് അവർ ഈ രംഗത്ത് പുതിയൊരു രൂപത്തിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ളൊരു ശ്രമം നടത്തിയതിൻ്റെ ഒരു പാഴ്വേലയാണ്. ദേവസ്വം മന്ത്രിയും ബോർഡ് പ്രസിഡന്റും രാജിവെച്ചൊഴിയുന്നതുവരെ UDF ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ കടുത്ത സമരപരിപാടികൾക്ക് തയ്യാറെടുത്ത് കോൺഗ്രസ്. ഇന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി 4 മേഖലാ പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിക്കും. പന്തളത്ത് സമാപിക്കുന്ന ജാഥ മഹാസമ്മേളനമായി നടത്താനാണ് തീരുമാനം. KPCCയുടെ പുനഃസംഘടന അനന്തമായി നീളുന്നതിലും യോഗത്തിൽ വിമർശനമുണ്ടായി. ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കോ സമവായത്തിനോ ഇല്ല എന്നും നേതാക്കൾ അറിയിച്ചു. വിപുലമായ പുനഃസംഘടന നടത്താനാണ് ധാരണ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും യോഗം വിലയിരുത്തി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം യോഗത്തിൽ ചർച്ചയായില്ല എന്നാണ് സൂചന. സംസ്ഥാനത്ത് കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ 3-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി.
കോൾഡ്രിഫ് കഫ് സിറപ്പ് വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. സംസ്ഥാനത്ത് ഇതുവരെ ഒരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുട്ടികളിലെ ചുമമരുന്ന് ഉപയോഗം സംബന്ധിച്ച് ജനങ്ങൾക്കിടയിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ബോധവൽക്കരണം നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കും. IAPയുടെ സഹകരണത്തോടെ പീഡിയാട്രീഷ്യന്മാർക്കും മറ്റു ഡോക്ടർമാർക്കും പരിശീലനം നൽകും. അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയോ ഡോക്ടറുടെ പഴയ കുറിപ്പടി പ്രകാരമോ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുത്. ഇതു സംബന്ധിച്ച് ഡ്രഗ്സ് കൺട്രോളർക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കുട്ടികളുടെ തൂക്കത്തിനനുസരിച്ചാണ് അവർക്കുള്ള മരുന്നുകളുടെ ഡോസ് ഡോക്ടർമാർ നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിന് നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. കോൾഡ്രിഫ് സിറപ്പിന്റെ SR13 ബാച്ചിൽ കേരളത്തിന് പുറത്ത് പ്രശ്നം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇതിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നിർത്തിവച്ചിട്ടുണ്ട്. തമിഴ്നാട്, ഒറീസ, മധ്യപ്രദേശ്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലാണ് ആ ബാച്ചിലെ മരുന്നുകൾ വിതരണം ചെയ്തത്. രാജസ്ഥാനിൽ മറ്റൊരു കമ്പനിയുടെ കഫ് സിറപ്പിലും പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബാച്ചുകളുടെ മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. കേരളത്തിൽ 8 വിതരണക്കാർ വഴിയാണ് കോൾഡ്രിഫ് മരുന്നിന്റെ വിൽപ്പന നടത്തിയിരുന്നത്. സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച സമിതിയിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് അംഗങ്ങൾ. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, ഡ്രഗ്സ് കൺട്രോളർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സുപ്രീം കോടതിയിൽ വൻ സുരക്ഷാ വീഴ്ച. ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമം. അഭിഭാഷകനായ രാകേഷ് കിഷോറാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചത്. സനാതനധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന അക്രമി വിളിച്ചു പറഞ്ഞു. ഖജുരാവോയിലെ വിഷ്ണു വിഗ്രഹം തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിലെടുത്ത രാകേഷ് കിഷോറിനെ പിന്നീട് വിട്ടയച്ചു. 1-ാം നമ്പർ കോടതിയിൽ രാവിലെ നടപടികൾ ആരംഭിക്കുന്ന സമയത്താണ് അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. കാലിലുണ്ടായിരുന്ന സ്പോർട്സ് ഷൂ ഊരിയെറിയാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അഭിഭാഷകനായ രാകേഷ് കിഷോറിനെ പിടികൂടി. ഈ സമയത്താണ് സനാതനധർമ്മത്തെ തകർക്കാൻ സമ്മതിക്കില്ല എന്ന അക്രമി ആക്രോശിച്ചത്. മധ്യപ്രദേശിലെ ഖജുരാവോയിലെ വിഷ്ണു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ തല തകർക്കപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഹർജി കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് BR ഗവായ് പരിഗണിച്ചിരുന്നു. ഇടപെടാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി തള്ളുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത്. നിങ്ങൾ വലിയ വിഷ്ണു ഭക്തനാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തോട് തന്നെ ഇക്കാര്യങ്ങൾ പറയാൻ പറഞ്ഞിരുന്നു. കേന്ദ്ര പുരാവസ്തു വകുപ്പിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നും കോടതി പറഞ്ഞിരുന്നു. കോടതിയിൽ അതിശക്തമായ സുരക്ഷയുണ്ടെങ്കിലും ഇത്തരം ആളുകൾക്ക് ഒന്നിനെയും പേടിയില്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് നടന്നതെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീറാം പാറക്കാട്ട് പറഞ്ഞു. വളരെ ഭീഷണി എന്നുള്ളതിനെക്കാട്ടിലും, അതായത് മറ്റേതൊരു സ്ഥലത്തും ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അവകാശമുള്ള സ്ഥിതിക്ക്, കോടതിയിൽ വന്നൊരു പെറ്റീഷൻ കൊടുക്കാനും അവകാശമുള്ള സ്ഥിതിക്ക്, ഇത്തരം ഒരു അഭിഭാഷകൻ തന്നെ ഇത്തരം ഒരു കണ്ടംഷ്യസ് ആയിട്ടൊരു ആക്ടിലൂടെ ചെയ്യുന്നത് ഇത്തരം ആളുകൾക്ക് കോടതിയെയോ നിയമവാഴ്ചയോ ഒന്നിനോടും ഒരു ബഹുമാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അത് വളരെ ഭയാനകവും ആയിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അതേസമയം ആരും പരിഭ്രാന്തരാവേണ്ടെന്നും താനും അങ്ങനെ ആയിട്ടില്ലെന്നുമായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പ്രതികരണം. ഇത്തരം അതിക്രമങ്ങൾ തന്നെ ബാധിക്കില്ലെന്നും ചീഫ് ജസ്റ്റിസ് സൂചിപ്പിച്ചു. സുരക്ഷാ വീഴ്ചയേക്കാൾ കോടതി മുറിക്കുള്ളിൽ പോലും ഇത്തരം ആശയങ്ങൾ ഉയർത്തുന്നവരുടെ പ്രതികരണങ്ങളാണ് ചർച്ചയാകുന്നത്. ചീഫ് ജസ്റ്റിസിനെതിരായ അതിക്രമത്തിൽ കടുത്ത പ്രതിഷേധവുമായി സുപ്രീംകോടതി അഡ്വക്കേറ്റ്സ് നോൺ റെക്കോർഡ് അസോസിയേഷൻ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചീഫ് ജസ്റ്റിസ് BR ഗവായിക്കെതിരായ ആക്രമണം അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണം മാത്രമല്ല, ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി പറഞ്ഞു. ആക്രമണത്തെ അപലപിക്കാൻ വാക്കുകൾ പര്യാപ്തമല്ല എന്നും അവർ പ്രസ്താവനയിൽ പറഞ്ഞു. ഭരണഘടനയുടെയും ജുഡീഷ്യറിയുടെയും അന്തസ്സിന്മേലുള്ള ആക്രമണമാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇത്തരം പ്രവൃത്തികൾ ഒരു കാരണവശാലും ക്ഷമാർഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ FACTയുടെ ഉടമസ്ഥതയിൽ കൊച്ചി ഏലൂരിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ റീടെൻഡർ വിളിച്ച് വാടകയ്ക്ക് നൽകാനുള്ള നീക്കത്തിനെതിരെ വ്യാപാരികൾ.
കടകൾ നഷ്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കെ നിലവിലെ വാടകയേക്കാൾ അധിക തുക നൽകി ടെൻഡർ വിളിക്കേണ്ടി വരുന്നതിനെതിരെയാണ് പരാതി ഉന്നയിക്കുന്നത്. ടെൻഡർ വിളിച്ചാൽ പലർക്കും മുറികൾ ഒഴിയേണ്ടി വരുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. വർഷങ്ങൾക്ക് മുൻപ് FACTയിലുണ്ടായ പൊട്ടിത്തെറിയിൽ കടകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനാണ് ഏലൂർ ഫാക്ടറി ജംഗ്ഷനിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് തുറക്കുന്നത്. അന്ന് കടകൾ തകർന്നവരും പിന്നീട് മുറികൾ വാടകയ്ക്കെടുത്തു തുടങ്ങിയതുമായ 25ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓപ്പൺ ടെൻഡർ വിളിച്ചാൽ ഫാക്ടറിയിലെ പൊട്ടിത്തെറിയിൽ കടകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളും വർഷങ്ങളായി ഇവിടെ കച്ചവടം നടത്തുന്നവരും ഒഴിഞ്ഞു പോകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ്. FACT തുടങ്ങിയ കാലത്താണ് ഞങ്ങൾ ഈ കച്ചവടം തുടങ്ങിയേക്കുന്നത്. അത് അപ്പനൊക്കെ ആയിട്ട് തുടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് കത്ത് പിടിച്ചിട്ട് ഞങ്ങൾക്ക് അവർ മാറ്റിയിട്ട് അതിൻ്റെ നഷ്ടമൊക്കെ തന്നിട്ട് ഇവിടെ പുതിയ കട പണിതിട്ട് ഞങ്ങൾക്കൊരു കട തരാമെന്ന് MK നായരുള്ള കാലത്തായിരുന്നു പുള്ളി പറഞ്ഞത്. ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും അങ്ങനെയാണ് തന്നേക്കണത്. കമ്പനി റീടെൻഡർ ചെയ്യാൻ പോവുകയാണ്. റീടെൻഡർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇന്ന് ഞാൻ 10 രൂപ വാടക കൊടുത്ത് പോണ ആൾ നാളെ ടെൻഡർ ചെയ്യുമ്പോൾ എനിക്ക് മറ്റവരായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവർ 20 രൂപയാണെങ്കിൽ 20 രൂപ എഴുതും, 25 രൂപയാണെങ്കിൽ 25,000 രൂപ എഴുതി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനാണ് കട നടത്തുന്നത്, എനിക്കത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ ടീം വരും. ഈ 10, 40, 30 കൊല്ലമായി 25 കൊല്ലമായിട്ട് കടം നടത്തി എനിക്ക് വേറെ ഉപജീവന മാർഗ്ഗമില്ല. എൻ്റെ കുടുംബം ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇന്നിപ്പോൾ FACയിൽ ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചേക്കുന്നത്. നിലവിൽ 3 വർഷത്തേക്ക് കരാറെടുത്താണ് കടകൾ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ തവണ കരാർ പുതുക്കുമ്പോഴും വാടക ഇനത്തിൽ 10% വരെ വർധനവ് നൽകിയാണ് ഇവർ ഫാക്ടറിയിൽ നിന്നും കടമുറികൾ വാടകയ്ക്കെടുക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ടെൻഡർ വിളിക്കുന്നതോടെ ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പലർക്കും കരാർ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. കച്ചവടം കുറവാണ്. ഇത് മുഴുവൻ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് പ്രൈവറ്റ് പാർട്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കച്ചവടം കുറവാണ്. വീടുകളുടെ റെസിഡൻസ് ഏരിയ വളരെ കുറഞ്ഞ ഏരിയയാണ്. വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാക്ടറിയിൽ ജീവനക്കാർ കുറഞ്ഞതോടെ കച്ചവടത്തിലും മുൻകാലത്തെ അപേക്ഷിച്ച് കുറവുണ്ടായിട്ടുണ്ട്. നശിച്ചു തുടങ്ങിയ കെട്ടിടത്തിൽ ഇപ്പോഴുള്ള വാടക തന്നെ നൽകാൻ ബുദ്ധിമുട്ടിലാണ് വ്യാപാരികൾ. അമൃത ന്യൂസ്, കൊച്ചി. പുതിയ ടെൻഡർ പ്രകാരം നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വാടകയുടെ 3 ഇരട്ടി നൽകേണ്ടി വരും ഓരോ വ്യാപാരികളും. വ്യാപാരികളെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിലും അധിക വാടകയാണിത്. വ്യാപാരികളുടെ പ്രതികരണങ്ങളിലേക്ക്. അപ്പം ഞാൻ നടത്തുന്നത് ഞങ്ങൾക്കൊരു ഫ്ലവർ മില്ലും കറി പൗഡർ യൂണിറ്റൊക്കെയാണ്. പക്ഷേ അതിനിപ്പോൾ FACT വളരെയധികം വാടക കൂട്ടുകയാണ്. ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടി പ്ലസ് GST കൂടി വേണമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ടെൻഡർ ഇട്ട് പറയുന്ന തുകയിൽ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ 7 ദിവസത്തിനകം ഞാനിവിടെ നിന്ന് ഒഴിയണം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് മാറണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അപ്പോൾ അതിനൊരു തീരുമാനം. ഇത് പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ കമ്പനിയിൽ നിന്ന് ഒരു ജോലി ഇല്ല എന്ന് പറഞ്ഞു വിടണ പോലെ അല്ല ഇത്. ഇതിനൊരു തീരുമാനം, ശരിയായ തീരുമാനം ഉണ്ടാകണം. അപ്പം ഞങ്ങൾക്ക് ഇവർ പറയണ വാടകയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റൂല. അത് എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ ആളില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് 8,000 ആളോളം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2,000 പോലും ഇല്ല. ഒരു 25 വർഷം മുമ്പ് വരെ നമുക്ക് ഇവിടെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് വാടകയ്ക്കും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കച്ചവടം തീരെ കുറയുകയും ചെയ്തു, ആളുകളും കുറഞ്ഞു. കാരണം പലരും VRS എടുത്തു പോയി. ഇപ്പം നാമമാത്രമായിട്ടുള്ള തൊഴിലാളികൾ മാത്രമാണ് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്, FACTയിൽ വർക്ക് ചെയ്യുന്നത്. ആ ഒരു കച്ചവടം കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടിലാണ്. കാരണം ലോണും അതേപോലെ പല രീതിയിലുള്ള ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, വലിയ ആശങ്കയിൽ തന്നെയാണല്ലേ വ്യാപാരികൾ? വർഷങ്ങൾക്ക് മുമ്പ് FACTയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് അഗ്നിബാധയുണ്ടാവുകയും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവിടെയുള്ള വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് FACT ജംഗ്ഷനിൽ തന്നെ FACT ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുകയും ഇങ്ങോട്ട് ഇവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നത്. ഈ വ്യാപാരികളടക്കം ഏകദേശം 25ഓളം സ്ഥാപനങ്ങളാണ് നിലവിലിപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇവരെല്ലാം തന്നെ വാടക നൽകിയായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. 3 വർഷം കൂടുമ്പോൾ കരാർ പുതുക്കിയായിരുന്നു ഇവർ വാടക നൽകിയിരുന്നത്. ഇതിൽ തന്നെ ഓരോ വർഷവും കരാർ പുതുക്കുന്ന സമയത്ത് 10%-ലധികം
വർധനവ് ഈ വാടക ഇനത്തിൽ ഇവർ നൽകി വന്നിരുന്നു. എന്നാൽ പുതിയ റീടെൻഡർ വഴി ഉള്ള ഒരു വ്യവസ്ഥയിലേക്ക്, വാടക വ്യവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇവരെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ നൽകുന്ന വാടകയുടെ 3 ഇരട്ടിയിലധികം നൽകി വേണം പുതിയ വാടക നൽകാൻ. മാത്രവുമല്ല GST കൂടി ഉൾപ്പെടുമ്പോൾ ഇത് വലിയൊരു തുകയായി മാറും. ഇത് ഇവരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻപ് നിരവധി ആളുകൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ നാമമാത്രമായ ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. മാത്രവുമല്ല ഇതൊരു നിരവധി റെസിഡൻഷ്യൽ ഏരിയ ഉൾപ്പെടുന്ന ഒരു പ്രദേശമല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വ്യാപാരത്തിൽ തന്നെ വലിയൊരു കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ ഈ വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പല കടകളും തന്നെ തകർച്ചയുടെ വക്കിലാണ്. പലതിൻ്റെ മേൽക്കൂര അടക്കം തകർന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് ഇരിക്കുന്ന നിലയ്ക്ക് തന്നെ റീടെൻഡർ നടത്തി പുതിയ ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു നീക്കമാണ് FACTയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. FACT അധികൃതർ തന്നെ ഈ റീടെൻഡർ വിളിച്ചിട്ടുള്ള ഈ നടപടിയിൽ നിന്ന് ചെറിയൊരു ഇളവ്, ഈ വാടക ഇനത്തിലുള്ള ഒരു ഇളവ് ഇവർക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത്. ശരി കിരൺ, എന്തായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് വ്യാപാരികൾ. കേന്ദ്ര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. 2025 വൈദ്യശാസ്ത്ര നൊബേൽ 3 പേർക്ക് മേരി ബ്രൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സാക്കാഗുച്ചി എന്നിവർക്കാണ് പുരസ്കാരം. പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് അംഗീകാരം. The 2025 Nobel Prize in Physiology or Medicine jointly to Mary Branco, Fred Ramsdell and Shimon Sakaguchi for their discoveries concerning peripheral immune tolerance. നൊബേൽ അസംബ്ലിയാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. സർട്ടിഫിക്കറ്റ്, സ്വർണ്ണ മെഡൽ, 13.31 കോടി രൂപയുടെ ചെക്ക് എന്നിവയാണ് പുരസ്കാരം നേടിയവർക്ക് ലഭിക്കുക. രോഗപ്രതിരോധ കോശങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നത് തടയുന്ന റെഗുലേറ്ററി T കോശങ്ങളെയാണ് പുരസ്കാര ജേതാക്കൾ തിരിച്ചറിഞ്ഞത്. രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്നതായിരുന്നു അവരുടെ കണ്ടെത്തൽ. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ കടന്നുകയറാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് വ്യത്യസ്ത സൂക്ഷ്മാണുക്കളിൽ നിന്ന് പ്രതിരോധ സംവിധാനമാണ് നമ്മെ സംരക്ഷിക്കുന്നത്. ഇവയ്ക്കെല്ലാം വ്യത്യസ്ത രൂപങ്ങളാണ് ഉള്ളത്. കൂടാതെ പലതും ഒളിച്ചിരിക്കാനായി മനുഷ്യകോശങ്ങളുമായി സാമ്യം ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അങ്ങനെയിരിക്കെ എന്തിനെ ആക്രമിക്കണം, എന്തിനെ സംരക്ഷിക്കണമെന്ന് പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നാണ് സംഘം പഠിച്ചത്. ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതിൽ നിന്ന് രോഗപ്രതിരോധ സംവിധാനത്തെ തടയുന്ന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് സംബന്ധിച്ച വഴിത്തിരിവായ കണ്ടെത്തലുകളാണ് മേരി ബ്രൻകോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി എന്നിവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പാലക്കാട് സ്വദേശിയായ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. DMO നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാരിന്റെ നടപടി. അതേസമയം നീതി ലഭിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രി 9 വയസ്സുകാരിക്ക് ഉചിതമായ ചികിത്സ നൽകിയെന്നായിരുന്നു DMO ചുമതലപ്പെടുത്തിയ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഇത് തള്ളിയാണ് സംഭവത്തിൽ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തത്. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചികിത്സ സംബന്ധിച്ച പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഡോക്ടർമാരുടെ സസ്പെൻഷൻ നടപടിയിൽ ആശ്വാസമുണ്ടെന്നും നീതി ലഭിക്കുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുട്ടിയുടെ അമ്മുമ്മ ഓമന പറഞ്ഞു. നമുക്കത് നീതി കിട്ടിയെന്നെ ആകണം. എൻ്റെ മകൾക്ക് കൈ ഇനി വെക്കാൻ കഴിയില്ല. അവളും അത് പറയണത് എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് അവൾ പറയുന്നത്. അത് നമുക്ക് സഹായിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്കത് നീതി കിട്ടിയെന്നെ ആകണം. അതിലൊരു സംശയം ഇല്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. സെപ്റ്റംബർ 24-ന് വീടിന് സമീപത്ത് കളിക്കുന്നതിനിടെയാണ് പെൺകുട്ടിക്ക് പരിക്കേറ്റത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിലെത്തി കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു. പിന്നീട് കുട്ടിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. കൈയുടെ നിറം മാറുകയും അസഹനീയമായ വേദനയുണ്ടാവുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് കൈ മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശം ലഭിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്.
9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ഗൗരവത്തോടെ കാണണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ദുർബലമായ വാദങ്ങൾ നിരത്തി ഒരു കുട്ടിയുടെ ജീവിതം ദുരിതത്തിലാക്കി. കൃത്രിമ കൈ വയ്ക്കുന്നതിനടക്കം അടിയന്തരമായി സർക്കാർ കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് വളരെ ഒരു ഗൗരവമുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ദുർബലമായിട്ടുള്ള വാദങ്ങൾ നിരത്തി ഒരു കുഞ്ഞിൻ്റെ ജീവിതമാണ് സത്യത്തിൽ ദുരിതത്തിലാഴ്ത്തിയത്. കൈയില്ലാതൊരു കുട്ടിക്ക് ഇനി ആജീവനാന്തി ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇവിടെ കുറേ കാലങ്ങളായി സർക്കാർ ആശുപത്രിയെക്കുറിച്ച് വരുന്ന പരാതികൾ, ആ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കാത്തതിൻ്റെ ഒരു ദുരന്തമാണ് ഓരോ ദിവസവും കേരളത്തിൽ സംഭവിക്കുന്നത്. മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ശക്തമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ബന്ധപ്പെട്ട ഡോക്ടർമാർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. വനിതാ ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. 6 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചത്. ജയിക്കാൻ 231 റൺസ് വേണ്ടിയിരുന്ന ദക്ഷിണാഫ്രിക്ക 55 ബോൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. തംസുൻ ബ്രിഡ്സിന്റെ സെഞ്ചുറിയും സൂൻ ലൂസിന്റെ 83 റൺസുമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് തുണയായത്. സ്പിന്നർ മാംബ്ലയുടെ 4 വിക്കറ്റ് പ്രകടനമാണ് കിവീസിനെ കുറഞ്ഞ ടോട്ടലിൽ ഒതുക്കിയത്. ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ സോഫി ഡിവൈൻ 85 റൺസ് നേടി.